ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുത്തതാണ്. ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം. നല്ല പഞ്ഞി പോലെയുള്ള വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് ഞാൻ 1.5 കപ്പ് നൈസ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആകാം. ഈ പാനിലേക്ക് ഒരു 1/4 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. നല്ലപോലെ ലൂസാക്കിയിട്ട് ഇതിൻ്റെ ഒരു കപ്പി കാച്ചി എടുക്കണം. ഒരു ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 1/4 കപ്പ് പൊടിക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കപ്പി കാച്ചി തണുക്കാനായിട്ട് വെക്കാം. നല്ല കട്ടിയായിട്ട് തന്നെ ആ കപ്പി കാച്ചിയത് ആയി. മാവ് അരയ്ക്കുമ്പോൾ ഇത് മാവിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇത് ലൂസായി കിട്ടിക്കോളൂ. നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഈ 1.5 കപ്പ് നൈസായിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാം. ഈ മിക്സിക്കകത്ത് എല്ലാം കൂടെ ഒരു പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് അടിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇടാം. ഞാൻ 1.5 കപ്പിന് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ആദ്യത്തെ മാവ് നമ്മൾ അടിച്ചെടുത്തു. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. മാവ് ലൂസായി പോകരുത്, കാരണം ഫെർമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കണ്ടമാനം ലൂസാകും. ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. കുറുക്കി വെച്ചിരുന്ന കപ്പിയും കൂടി ഇതിലേക്ക് ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള 2 കപ്പ് വെള്ളം എടുത്തതിലെ ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ ആ മാവ് മടിച്ചെടുത്തിരിക്കുകയാണ്. അതും നമുക്ക് ഈ മാവിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് തന്നെ ഇരിക്കണം. ഈ മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. അപ്പമൊക്കെ ഒത്തിരി ഗ്ലേസിങ്ങോടുകൂടി കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ മാവ് അടച്ചു വെക്കാം. നമുക്ക് ഈ മാവൊന്ന് നോക്കാം. നോക്കിയാൽ നല്ല സോഫ്റ്റ് മാവാണ് റെഡി ആയിരിക്കുന്നത്. ഞാൻ 2 മണിക്കൂറേ ആയിട്ടുള്ളൂ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിലും ഈ മാവ് രാവിലെ നമുക്ക് ഇങ്ങനെ അരച്ച് വെച്ചാൽ മതി. നമുക്കിതിൻ്റെ വെള്ളയപ്പം ഒന്ന് ചുട്ട് നോക്കാം. നല്ല ചൂടായ എണ്ണ തേച്ച കല്ലിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കാം. നമുക്ക് അപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഈ അപ്പം എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിരിക്കുകയാണ്. ബാക്കിയും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ഈ അപ്പവും നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.